നമസ്കാരം. ഓ ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് രാമൻ വനത്തിലേക്ക് പോയതിലുള്ള ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടുമൊക്കെ കൗസല്യ ക്രൂരമായ വാക്കുകളാൽ ദശരഥനെ വല്ലാതെ തളർത്തുന്ന ഭാഗമാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിരപരാധിയായ ദശരഥനെ ഇങ്ങനെ പഴിക്കേണ്ടിയില്ലായിരുന്നുവെന്ന് കൗസല്യ പരിതപിക്കുന്നു. ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീമദ് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 20-ാം സർഗം 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഏവം തു ക്രുദ്ധയാ രാജാ രാമമാത്രാ സശോകയാ ശ്രാവിതപരുഷം വാക്യം ചിന്തയാമാസ ദുഃഖിതഃ. ചിന്തയിത്വാ സ ച നൃപോ മോഹവ്യാകുലിതേന്ദ്രിയഃ അഥ ദീർഘേണ കാലേന സംജ്ഞാമാപ പരം തപഃ. സസംജ്ഞാമുപലഭ്യൈവ ദീർഘമുഷ്ണം ച നിശ്വസൻ കൗസല്യാം പാർശ്വതോ ദൃഷ്ട്വാ തതച്ഛിന്താമുപാഗമത. തസ്യ ചിന്തയമാനസ്യ പ്രത്യഭാത് കർമ്മ ദുഷ്കൃതം യദനേന കൃതം പൂർവം അജ്ഞാനാശബ്ദവേധിനാ. അമനാസ്തേന ശോകേന രാമശോകേന ച പ്രഭുഃ ദ്വാഭ്യാമപി മഹാരാജ ശോകാഭ്യാമഭിതപ്യതേ. ദഹ്യമാനസ്തു ശോകാഭ്യാം കൗസല്യമാഹ ദുഃഖിതഃ വേപമാനോഞ്ജലിം കൃത്വാ പ്രസാദാർത്ഥമവാക്മുഖഃ. പ്രസാദയേ ത്വാം കൗസല്യേ രചിതോയം മയാഞ്ജലിഃ വത്സലാ ചാനൃശംസാ ച ത്വം ഹി നിത്യം പരേഷ്വപി. ഭർത്രാ തു ഖലു നാരീണാം ഗുണവാൻ നിർഗണോപി വാ ധർമ്മം വിമർശമാനാനാം പ്രത്യക്ഷം ദേവി ദൈവതം. സാ ത്വം ധർമ്മപരാ നിത്യം ദൃഷ്ടലോകപരാവരാ നാർഹസേ വിപ്രിയം വക്തും ദുഃഖിതാപി സുദുഃഖിതം. തദ്വാക്യം കരുണം രാജ്ഞാ ശ്രുത്വാ ദീനസ്യ ഭാഷിതം കൗസല്യാ വിസൃജത് ബാഷ്പം പ്രണാളീവ നവോദകം.
62-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ആദ്യത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിക്കാം. 1-ാമത്തെ ശ്ലോകം. ഏവം തു ക്രുദ്ധയാ രാജാ രാമമാത്രാ സശോകയാ ശ്രാവിത പരുഷം വാക്യം ചിന്തയാമാസ ദുഃഖിതഃ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്രകാരം ക്രുദ്ധയും ദുഃഖിതയുമായ രാമമാതാവിൻ്റെ പരുഷ വചസ്സുകൾ കേട്ട രാജാവ് ദുഃഖിതനായി ചിന്ത പൂണ്ടു. ശ്ലോകം 2. ചിന്തയിത്വാ സ ച നൃപോ മോഹവ്യാകുലിതേന്ദ്രിയഃ അഥ ദീർഘേണ കാലേന സംജ്ഞാമാപ പരം തപഃ. 2-ാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശമായ അർത്ഥം. ചിന്തയിലാണ്ട ആ രാജാവ് വ്യാകുലങ്ങളായ ഇന്ദ്രിയങ്ങളോടുകൂടിയ അവസ്ഥയിൽ മോഹാലസ്യപ്പെട്ടു വീണു. പിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് പ്രജ്ഞ വീണ്ടെടുക്കുകയും ചെയ്തു. ശ്ലോകം 3. സസപ്ഞാമുപലഭ്യൈവ ദീർഘമുഷ്ണം ച നിശ്വസൻ കൗസല്യാം പാർശ്വതോ ദൃഷ്ട്വാ തതശ്ചിന്താമുപാഗമതം. പ്രജ്ഞ തിരിച്ചു കിട്ടിയിട്ട് ചുട് നെടുവീർപ്പിട്ടുകൊണ്ട് കൗസല്യയെ സമീപത്ത് കണ്ട് വീണ്ടും ചിന്തയിലാണ്ടു. ശ്ലോകം 4. തസ്യ ചിന്തയമാനസ്യ പ്രത്യഭാത് കർമ്മദുഷ്കൃതം യദനേന കൃതം പൂർവം അജ്ഞാനാശബ്ദവേധിന. 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ മനസ്സിൽ ഒരു പൂർവ്വ ദുഷ്കർമ്മത്തിൻ്റെ ഓർമ്മ ഉണർന്നു. ശബ്ദവേദിയായ അമ്പെയ്ത് അറിയാതെ ചെയ്തു പോയ ഒരു പാപകർമ്മം. ശ്ലോകം 5. അമനാസ്തേന ശോകേന രാമശോകേന ച പ്രഭുഃ ദ്വാഭ്യാമപി മഹാരാജ ശോകാഭ്യാമഭിതപ്യതേ. അതിനെക്കുറിച്ചുള്ള ശോകവും രാമനെക്കുറിച്ചുള്ള ശോകവും അദ്ദേഹത്തെ മനം കെട്ടവനാക്കി. 2 ദുഃഖങ്ങളും കൂടി മനസ്സിനെ നീറ്റി. ശ്ലോകം 6. ദഹ്യമാനസ്തു ശോകാഭ്യാം കൗസല്യമാഹ ദുഃഖിതഃ വേപമാനോഞ്ജലിം കൃത്വാ പ്രസാദാർത്ഥമവാക്മുഖഃ. ഈ 2 ദുഃഖങ്ങളും കൂടി, ആ പാപം ചെയ്ത ദുഃഖവും രാമനെക്കുറിച്ചുള്ള ദുഃഖവും അദ്ദേഹത്തെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കവേ കൈകൂപ്പി വിറച്ചും കൊണ്ട് മുഖം കുമ്പിട്ട് കൗസല്യയെ പ്രസാദിപ്പിക്കാനായി ദുഃഖിതനായ അദ്ദേഹം പറഞ്ഞു. ശ്ലോകം 7. പ്രസാദയേ ത്വാം കൗസല്യേ രചിതോയം മയാഞ്ജലിഃ വത്സലാ ച നൃശംസാ ച ത്വം ഹി നിത്യം പരേഷ്വപി. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. കൗസല്യേ, ഞാൻ കൈകൂപ്പി നിന്നോട് മാപ്പിരക്കുന്നു. നീ എന്നും ശത്രുക്കളോടുകൂടി വളരെ വത്സലയും പകയില്ലാത്തവളും ആണല്ലോ. എന്നിട്ട് എന്താണ് ഇപ്രകാരം ഇപ്പോൾ പറയുന്നത്? ശ്ലോകം 8. ഭർത്താ തു ഖലു നാരീണാം ഗുണവാൻ നിർഗണോപി വാ ധർമ്മം വിമർശമാനാനാം പ്രത്യക്ഷം ദേവി ദൈവതം. 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഗുണവാനായാലും നിർഗുണനായാലും ധർമ്മവിചാരമുള്ളവരായ സ്ത്രീകൾക്ക് ഭർത്താവാണല്ലോ പ്രത്യക്ഷ ദൈവം. ശ്ലോകം 9. സ്വാത്വം ധർമ്മപരാ നിത്യം ദൃഷ്ടലോകപരാവരാ നാർഹസേ വിപ്രിയം വക്തും ദുഃഖിതാപി സുദുഃഖിതം. 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്രകാരം ധർമ്മപരയായ ഗുണദോഷങ്ങൾ വേർതിരിച്ചു കാണുന്ന ലോകജ്ഞയായ നീ ദുഃഖിതനായ എന്നോട്
നീ വളരെ ദുഃഖിതയാണെങ്കിലും ഇങ്ങനെ പരുഷം പറയരുത്. ശ്ലോകം 10. തത്വാക്യം കരുണം രാജ്ഞാ ശ്രുത്വാ ദീനസ്യ ഭാഷിതം കൗസല്യാ വിസൃജത് ബാഷ്പം പ്രണാളീവ നവോദകം. രാജാവിൻ്റെ ഈ കരുണമായ പരിദീനമായ വാക്കുകൾ കേട്ട് കൗസല്യ ഓവിലൂടെ മഴവെള്ളമെന്ന പോലെ കണ്ണുനീർ വാർത്തു. ഇനി 11 തുടങ്ങി 20 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. സമൂർധ്നി ബിധ്വാരുദതി രാജ്ഞ പത്മമിവാഞ്ജലിം സംഭ്രമാദബ്രവീത്രസ്ത ത്വരമാണാക്ഷരം വചഃ. പ്രസീദ ശിരസാ യാജേ ഭൂമൗ നിമതിതാസ്മി തേ യാജിതാസ്മി ഹതാ ദേവ ക്ഷന്തവ്യാഹം നഹി ത്വയാ. നൈഷാഹി ശാസ്ത്രീ ഭവതി ശ്ലാഘനീയേന ധീമതാ ഉഭയോർലോകയോർലോകേ പത്യായ സംപ്രസാദ്യതേ. ജാനാമി ധർമ്മം ധർമ്മജ്ഞ ത്വാം ജാനേ സത്യവാദിനം പുത്രശോകാർദയാ തത്തു മയാ കിമപി ഭാഷിതം. ശോകോ നാശയതേ ധൈര്യം ശോകോ നാശയതേ ശ്രുതം ശോകോ നാശയതേ സർവം നാസ്തി ശോകസമോ രിപുഃ. ശക്യമാപതിതഃ സോഢും പ്രഹാരോ രിപുഃസ്തതഃ സോഢുമാപതിതഃ ശോക സുസൂക്ഷ്മോപി ന ശക്യതേ. വനവാസായ രാമസ്യ പഞ്ചരാത്രോത്ര ഗണ്യത്തെ യശോകഹതഹർഷായ പഞ്ചവർഷോപമോ മമ. തം ഹി ചിന്തയമാനായ ശോകോയം ഹൃദി വർദ്ധത്തെ നദീനാമിവ വേഗേന സമുദ്രസലിലം മഹത്. ഏവം ഹി കഥയന്തസ്തു കൗസല്യായാ ശുഭം വചഃ മന്ദരശ്മിരഭൂത് സൂര്യോ രജനീചാഭ്യവർത്തത. അധ പ്രഹ്ലാദിതോ വാക്യൈർദേവാ കൗസല്യയാ നൃപഃ ശോകേന ച സമാക്രാന്തോ നിദ്രായാ വശമേ ജിവാൻ. 11 തുടങ്ങി 20 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. 62-ാം സർഗത്തിലെ 11-ാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാം. സമൂർധ്നി ബിധ്വാരുദതി രാജ്ഞാ പത്മമിവാഞ്ജലിം സംഭ്രാമാദബ്രവീത്രസ്ത ത്വരമാണാക്ഷരം വചഃ. കൗസല്യ രാജാവിൻ്റെ താമരമുട്ടുപോലെ കൂപ്പിപ്പിടിച്ച കൈകൾ തൻ്റെ നെറുകയിൽ വെച്ചിട്ട് സംഭ്രമം പൂണ്ട് മേനി വിറച്ചും കൊണ്ട് വെമ്പലോടെ പറഞ്ഞു. ശ്ലോകം 12. പ്രസീദ ശിരസാ യാജേ ഭൂമൗ നിപതിതാസ്മി തേ യാജിതാസ്മി ഹതാ ദേവ ക്ഷന്തവ്യാഹം നഹി ത്വയാ. ശ്ലോകം 12-ന്റെ അർത്ഥം. ദേവ, ഞാനിതാ കാൽക്കൽ വീണു വണങ്ങി തല കുനിച്ച് യാചിക്കുന്നു. എന്നോട് പൊറുക്കേണമേ. അങ്ങെന്നോട് യാചിക്കുക എന്ന നിലയുണ്ടാക്കിയത് എൻ്റെ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ശ്ലോകം 13. നൈഷാഹി ശാസ്ത്രീ ഭവതി ശ്ലാഘനീയേന ധീമതാ ഉഭയോർലോകയോർലോകേ പത്യായ സംപ്രസാദ്യതേ. ശ്ലാഘ്യനും ധീമാനുമായ ഭർത്താവ് തന്നോട് യാചിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുന്ന സ്ത്രീക്ക് ഇഹവും പരവും ഇല്ല എന്നാണ് പ്രമാണം. ശ്ലോകം 14. ജാനാമി ധർമ്മം ധർമ്മജ്ഞ ത്വാം ജാനേ സത്യവാദിനം പുത്രശോകാർദയാ തത്തു മയാ കിമപി ഭാഷിതം. ശ്ലോകം 14-ന്റെ അർത്ഥം. അങ്ങ് ധർമ്മജ്ഞനും സത്യവാദിയുമാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ധർമ്മവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
പുത്രശോകാർത്തയായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയെന്നേ ഉള്ളൂ. ശ്ലോകം 15. ശോകോ നാശയതേ ധൈര്യം, ശോകോ നാശയതേ ശ്രുതം, ശോകോ നാശയതേ സർവം, നാസ്തി ശോകസമോ രിപുഃ. ശത്രുവിൻ്റെ കയ്യിൽ വീഴുന്ന അടി തടുക്കാൻ കഴിയും, പക്ഷേ ശോകത്തിൻ്റെ പ്രഹരമാകട്ടെ എത്ര ചെറുതായാലും സഹിക്കാനാവുന്നില്ല. ശ്ലോകം 17. വനവാസായ രാമസ്യ പഞ്ചരാത്രോത്ര ഗണ്യതേ, യശോകഹതഹർഷായ പഞ്ചവർഷോപമോ മമ. ശ്ലോകം 17ൻ്റെ അർത്ഥം: രാമൻ്റെ വനവാസത്തിൻ്റെ 5 രാത്രികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദുഃഖത്താൽ ഹർഷം അല്ലെങ്കിൽ സന്തോഷം തീരെ നശിച്ചു കഴിഞ്ഞ എനിക്ക് അത് 5 വർഷം പോലെയാണ്. ശ്ലോകം 18. തം ഹി ചിന്തയമാനായ ശോകോയം ഹൃദി വർദ്ധതേ, നദീനാമിവ വേഗേന സമുദ്രസലിലം മഹത്. ശ്ലോകം 18ൻ്റെ അർത്ഥം: രാമനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പുഴനീർ കുത്തുകൊണ്ട കടൽ വെള്ളം പോലെ ഈ ശോകം ഏറി വരുന്നു. ശ്ലോകം 19. ഏവം ഹി കഥയന്തസ്തു കൗസല്യായ ശുഭം വചഃ, മന്ദരശ്മിരഭൂത് സൂര്യോ രജനീചാഭ്യവർത്തതഃ. 19ാം ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇപ്രകാരം കൗസല്യ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ആദിത്യൻ അസ്തമയോന്മുഖനായി രാത്രിയും എത്തിക്കഴിഞ്ഞു. ശ്ലോകം 20 ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അധ പ്രഹ്ലാദിതോ വാക്യൈർ ദേവ്യാ കൗസല്യയാ നൃപഃ, ശോകേന ച സമാക്രാന്തോ നിദ്രായാ വശമേഭിയാൻ. 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശോകം കീഴടക്കിയ മനസ്സായിട്ടും കൗസല്യയുടെ സാന്ത്വന വചസ്സുകൾ കേട്ട് തെല്ലൊന്ന് ആശ്വസ്തനായ രാജാവ് ഒന്ന് മയങ്ങി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.